നമസ്കാരം. പ്രധാന വാർത്തകൾ. വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം. നീചമായ കൊലപാതകമെന്ന് വിചാരണ കോടതി. വിധിയിൽ തൃപ്തരെന്ന് വിഷ്ണുപ്രിയയുടെ കുടുംബം. പൊന്നാനിയിൽ കപ്പൽ മീൻപിടുത്ത ബോട്ടിലിടിച്ച് 2 മരണം. 4 പേരെ രക്ഷപ്പെടുത്തി. കപ്പൽ ജീവനക്കാർക്കെതിരെ കേസ്. കപ്പൽ കസ്റ്റഡിയിലെടുക്കും. രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ ഇടതുമുന്നണിയിൽ തർക്കം. അവകാശവാദം ഉന്നയിച്ച് സിപിഐയും കേരള കോൺഗ്രസ് എമ്മും. പാർട്ടിയുടെ സീറ്റെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ജോസ് കെ മാണിയുടേതെന്ന് കേരള കോൺഗ്രസ് എം. കാസർഗോഡ് കോൺഗ്രസിൽ ഫേസ്ബുക്ക് പോര്. ഉണ്ണിത്താനും മുൻ DCC അധ്യക്ഷനും നേർക്കുനേർ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുമായി ഉണ്ണിത്താൻ രാത്രി സംഭാഷണം നടത്തിയെന്ന ആരോപണം. പോസ്റ്റ് പിൻവലിച്ച ബാലകൃഷ്ണൻ പെരിയയോട് ആണത്തമുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കാൻ വെല്ലുവിളിച്ച് ഉണ്ണിത്താൻ. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 3 മണിവരെ ഭേദപ്പെട്ട പോളിംഗ്. ആന്ധ്രയിലും ബംഗാളിലും സംഘർഷം. മോദി വാരണാസിയിലേക്ക്. ആർഎംപി നേതാവിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേർക്കെതിരെ കേസ്. പിന്നിൽ CPM എന്ന ഹരിഹരൻ. കണ്ണൂർ മോഡൽ ഇടപെടലെന്ന് RMP. 1ാം പ്രതി CPM ജില്ലാ സെക്രട്ടറി എന്ന് പ്രതിപക്ഷ നേതാവ്. CBSE +2 ഫലം പ്രഖ്യാപിച്ചു. ജയിച്ചത് 86.98% കുട്ടികൾ. കൂടുതൽ ജയം തിരുവനന്തപുരം മേഖലയിൽ. വാർത്തയിലേക്ക് വിശദമായി. കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 10 വർഷം തടവും അനുഭവിക്കണം. കൊലപാതക കുറ്റത്തിനാണ് ജീവപര്യന്തം തടവ്. വിധി സ്വാഗതം ചെയ്തു പ്രോസിക്യൂഷൻ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ദാരുണ കൊലപാതകത്തിൽ വിധി പറഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷം. ഇപ്പോൾ പറഞ്ഞ വിധി പ്രകാരം 302 വകുപ്പ് പ്രകാരവും അതുപോലെ തന്നെ 449 IPC പ്രകാരവുമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ വിധിയിൽ 449 വകുപ്പ് പ്രകാരമുള്ള വിധി പ്രസ്താവിച്ചത് 10 വർഷം തടവും അതുപോലെ തന്നെ 25,000 രൂപ പിഴയും അടക്കാനാണ്. പിഴയടച്ചില്ല എങ്കിൽ 1 മാസം. അതുപോലെ തന്നെ 302 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയുമുണ്ട്. ഈ പിഴയടച്ചില്ല എങ്കിൽ 6 മാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാം എന്നാണ് തോന്നുന്നത്. ഏതായാലും കിട്ടിയിട്ടില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും. ഏതായാലും കോടതി വിധിയെ ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പ്രോസിക്യൂഷൻ കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. വിധിയിൽ സന്തോഷമെന്ന് വിഷ്ണുപ്രിയയുടെ സഹോദരിയും കോടതി വിധിയിൽ തൃപ്തരെന്ന് മറ്റു കുടുംബാംഗങ്ങളും പ്രതികരിച്ചു. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, സമൂഹ മനസാക്ഷിയെ നടുക്കിയ കുറ്റകൃത്യമായിരുന്നു വിഷ്ണുപ്രിയയുടെ വധം. വീട്ടിൽ ഇരുന്ന പെൺകുട്ടിയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രണയപ്പകയാൽ ആ യുവാവ് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ അർഹിക്കുന്ന ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? വിധിയുടെ പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയൂ. എങ്കിൽ പോലും ഈ ജീവപര്യന്തത്തിനൊപ്പം 10 വർഷ കഠിന തടവ് കൂടി വിധിച്ചിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ? എന്താണ് വിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? രേണുക, തീർച്ചയായും വിഷ്ണുപ്രിയയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചത് പ്രകാരം തന്നെയുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച നമുക്കറിയാം ഈ കേസ് വിധി പറയാൻ എടുത്തപ്പോൾ കോടതി ഇത് മാറ്റിവെച്ചിരുന്നു. ആ സമയത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞത് പരമാവധി ശിക്ഷയായ വധശിക്ഷ ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം ശിക്ഷയെങ്കിലും ഈ പ്രതിക്ക് നൽകണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിധി സ്വാഗതം ചെയ്യുന്നതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളും വിഷ്ണുപ്രിയയുടെ കുടുംബാംഗങ്ങളും സഹോദരിമാരും അതുപോലെ തന്നെ 2 സഹോദരിമാരും ഇളയച്ചനുമാണ് ഇന്ന് ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുള്ളത്. അവരും എന്തായാലും പറഞ്ഞത് എന്തായാലും ഈ
കൃത്യം ഈ കോടതി എന്തൊക്കെ പരാമർശം ഇത് സംബന്ധിച്ച് നടത്തിയെന്നാണ് വളരെ ശ്രദ്ധേയമാണ്. ആ കാര്യത്തിൽ ഇനി വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ, വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ടുള്ള ഒരു സാക്ഷികൾ പോലും ഉണ്ടായിരുന്നില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശയക്കുഴപ്പം ആദ്യം ഉണ്ടാക്കിയ ഒരു കേസാണ്. ഇതിലാണ് ഒരു 13 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ വിഷ്ണുപ്രിയ ഈ കൊലപാതകം നടത്താൻ ഈ പ്രതി എത്തിയപ്പോൾ ഈ ആൺസുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദൃശ്യം ഇതിൽ മൊബൈൽ പതിഞ്ഞിരുന്നു. ആ 13 സെക്കൻഡ് ദൃശ്യത്തിൽ നിന്നാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നതും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതി പിടിയിലാകുന്നതും. ഈ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തുന്നത് ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഇരുതല മൂർച്ചയുള്ള വാള് ഉപയോഗിച്ച് കഴുത്ത് മുറിക്കുകയായിരുന്നു. 75% കഴുത്ത് മുറിഞ്ഞ നിലയിലായിരുന്നു. കൊലപാതകം നടത്തി മരണം ഉറപ്പുവരുത്തിയതിനു ശേഷവും ഈ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ 29 മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. എന്തായാലും അന്ന് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്മാർ പോലും അത്ഭുതപ്പെട്ടിരുന്നു. അത്രയും തോതിലുള്ള ഒരു മാനസിക സ്വഭാവമുള്ള ഒരു നടത്തിയ കൃത്യം. എന്തായാലും പ്രണയ നൈരാശ്യം മൂലമുള്ള ഒരു കൊലപാതകം എന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ഒരു സിനിമ കണ്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് അതേ രീതിയിൽ വളരെ ദിവസം ആസൂത്രണം നടത്തിയ ഒരു കൊലപാതകമാണ്. ഇതിൽ ഈ ചുറ്റികയും അതുപോലെ തന്നെ കത്തി ഉൾപ്പെടെയുള്ള കട്ടർ, കത്തി തുടങ്ങിയ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ വാങ്ങിയതും പോലീസ് CCTV പോലീസ് ശേഖരിക്കാനായി. ഇതിൽ പ്രത്യേകതര ആയുധങ്ങൾ സ്വന്തം നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഈ പ്രതി ഉണ്ടായിരുന്നു. അത്രത്തോളം മാനസികാവസ്ഥ ഈ പ്രതിക്കുണ്ടായിരുന്നു എന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം പ്രതി പിടിയിലായപ്പോഴും ഉണ്ടായിരുന്നില്ല. പോലീസ് പ്രതികളോട് പറയുന്നത് പോലെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത്, ജീവിതമല്ലേ തന്റെ പോകുന്നത് ചോദിച്ചപ്പോഴും അന്ന് പറഞ്ഞിരുന്നത് തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായം, 39 വയസ്സാകുമ്പോഴേക്കും താൻ പുറത്തിറങ്ങും, പിന്നീട് സുഖമായി ജീവിക്കും. അത്തരത്തിൽ മാനസികാവസ്ഥയുള്ള ഒരു പ്രതി, ഈ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ല. സമൂഹത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രതികൾ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് നമ്മുടെ സഹോദരിമാർക്ക് ഉൾപ്പെടെ വലിയ ദോഷമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഏതായാലും പോലീസിനെയും പ്രോസിക്യൂഷനെയും സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. ഒരു തെളിവുമില്ലാത്ത, നേരിട്ട് തെളിവുമില്ലാത്ത ഒരു കേസിൽ ഇവർക്ക് ഈ പ്രതിക്ക് തീർച്ചയായും സാക്ഷികളില്ലാത്ത കേസിൽ പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം വലിയ ശിക്ഷകളിൽ ഒന്ന് തന്നെ ഉറപ്പാക്കാനായിരിക്കുന്നു എന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വിജയമാണ്. ബൈജു, ഇവിടെ പ്രതിഭാഗത്തിൻ്റെതായ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നമുക്കറിയാം ആ പ്രതി പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ഒരാളാണ്. യാതൊരു തരത്തിലുള്ള ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷം പോലും ഒരു തരത്തിലുള്ള മാറ്റവും ആ പ്രതിയിൽ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും അങ്ങനെ ഒരു അവസ്ഥയോ പ്രതികരണമോ അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്തോ വലിയ സംഭവം ചെയ്ത മാതിരിയാണ് അയാൾ കോടതിയിലും എപ്പോഴൊക്കെ പുറത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിലും കാണപ്പെട്ടത്. ഈ വിധി പ്രഖ്യാപനത്തിന് ശേഷമുള്ള എന്തെങ്കിലും പ്രതികരണം പ്രതിഭാഗത്തിൻ്റെതായി വന്നിട്ടുണ്ടോ? രേണുക, ഈ വിധി വന്നതിന് ശേഷം പ്രതിഭാഗത്തിന്റെ യാതൊരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ അപ്പീലിന് പോകുമെന്നാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ ഇവരുടെ അഭിഭാഷകർ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതി കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കിയപ്പോഴും മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം ഇപ്പോഴും ഈ പ്രതിയുടെ മുഖത്തില്ല എന്ന് തന്നെയാണ് ഇയാളുടെ ക്രൂരത വെളിവാക്കുന്നത്. ഈ പ്രതിയോട് വെള്ളിയാഴ്ച ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിധി പറയാനെത്തിയപ്പോൾ കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും ഒന്നും അറിയാത്ത ഒരാളെ പോലെ താൻ ഈ കുറ്റപാതകം ചെയ്തിട്ടില്ല, താൻ കൊലപാതകം ചെയ്തിട്ടില്ല എന്നായിരുന്നു പ്രതി ഇത്തരത്തിൽ കോടതിയെ ധരിപ്പിച്ചത്. എന്തായാലും ആ രീതിയിൽ തന്നെയായിരുന്നു ഇന്നും പ്രതിയുടെ ഒരു മുഖഭാവവും കോടതിയിൽ വരുമ്പോൾ ഉണ്ടായ ഒരു കാര്യങ്ങൾ. എന്തായാലും ഇവരുടെ അഭിഭാഷകർ, പ്രതിഭാഗം അഭിഭാഷകർ ഇതിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പീൽ നൽകുമെന്ന സൂചനകൾ എന്തായാലും നൽകുന്നുണ്ട്. അപ്പീൽ നൽകും, തീർച്ചയായും ആ തരത്തിൽ മുന്നോട്ട് പോകും. പക്ഷെ ആ സമയവും ഈ കേസിൽ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത് കൃത്യമായ ഈ വിധിയിൽ ഉണ്ടാകും. അതാണ് നമുക്ക് ഇനി ഏറ്റവും പ്രധാനം. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 മരണമുണ്ടായിരിക്കുന്നു. കാണാതായ പൊന്നാനി പള്ളിപ്പടി സ്വദേശി ഗഫൂറിന്റെയും അഴീക്കൽ സ്വദേശി സലാമിന്റെയും മൃതദേഹമാണ് കണ്ടെടുത്തത്. അപകട സമയത്ത് 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തിയിരുന്നു. അപകടത്തിൽ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസ്. കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് കോസ്റ്റൽ പോലീസ് അറിയിച്ചു.
എറണാകുളം പുതുവൈപ്പ് ബീച്ചിലെ അപകടത്തിൽ മരണം 3 ചികിത്സയിലുണ്ടായിരുന്ന 2 പേർ കൂടി മരിച്ചു. കത്രക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, എറണാകുളം സ്വദേശി ആൽവിൻ എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങിയ അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു. ഇന്നലെ രാവിലെ 7 മണിക്കാണ് അഭിഷേകും മിലനും ആൽവിനും അടങ്ങുന്ന 7 സുഹൃത്തുക്കൾ ഈ ബീച്ചിൽ കുളിക്കാനായി എത്തിയത്. ആ സമയത്ത് തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന അംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, നീന്തൽ പരിശീലനം നടത്തുന്ന അംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ കൃത്യമായി തന്നെ ഈ സുഹൃത്തുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു, കടലിലേക്ക് ഇറങ്ങരുത്, ഉയർന്ന തിരമാലകളാണ് വരുന്നതെന്ന്. പക്ഷേ ഇത് വകവയ്ക്കാതെ അവരുടെ കണ്ണ് വെട്ടിച്ചാണ് ഈ സുഹൃത്തുക്കൾ കടലിലേക്ക് ഇറങ്ങിയത്. ഒരാൾ ഒഴികെ ബാക്കി 6 പേരും കടലിലേക്ക് കുളിക്കാനിറങ്ങി. ആ സമയത്താണ് വലിയൊരു തിരമാല വരികയും അഭിഷേകിനെയും ആൽവിനെയും ഉൾപ്പെടെയുള്ള 3 സുഹൃത്തുക്കളെ, ഇവരെ 3 പേരെയും കടൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തത്. ഉടൻ തന്നെ കരയിലുണ്ടായിരുന്ന സുഹൃത്ത് ഈ സമീപത്തുണ്ടായിരുന്ന ഈ നീന്തൽ പരിശീലനം നടത്തുന്ന യുവാക്കളെ വിളിക്കുകയും അവരെത്തിയാണ് ഈ 3 പേരെയും രക്ഷപ്പെടുത്തിയത്. ആദ്യം മിലനെയും ആൽവിനെയുമാണ് കരയ്ക്കെത്തിച്ചത്. അഭിഷേകിന്റെ കിട്ടാൻ അഭിഷേക് ഒരുപാട് ഉള്ളിലേക്ക്, കടലിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ ഇവർ അല്പം ശ്രമകരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയാണ് അഭിഷേകിനെയും കരയ്ക്കെത്തിച്ചത്. ഉടൻ തന്നെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് ഇവരെ 3 പേരെയും കൊണ്ടുപോയിരുന്നു. അഭിഷേക് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിക്കുകയും ചെയ്തു. മറ്റ് 2 പേര് മിലനും ആൽവിനും ICUവിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇവരുടെ മരണവും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും സുഹൃത്തുക്കളടക്കം പറയുന്നുണ്ട്, തങ്ങൾ സ്ഥിരമായി കുളിക്കാൻ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്, പക്ഷേ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ നീന്തൽ പരിശീലനം നടത്തുന്നവർ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കടലിലേക്ക് ഇറങ്ങരുതെന്ന്. പക്ഷേ അവർ അറിയാതെയാണ് തങ്ങൾ ഈ കടലിലേക്ക് ഇറങ്ങിയതെന്ന് സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ദൃക്സാക്ഷിയും ന്യൂസ് 18നോട് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. കടൽ ഇന്നലെ വലിയ തിരമാലകളായിരുന്നു രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായി കോസ്റ്റ് ഗാർഡുകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. രക്ഷാപ്രവർത്തകർക്ക് എത്താൻ വേണ്ടിയിട്ട് അല്പസമയം എടുക്കുകയും ചെയ്തു. കാരണം ഈ സുഹൃത്തുക്കൾ കുളിക്കുന്നതിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ മാറിയായിരുന്നു ഈ നീന്തൽ പരിശീലനത്തിന്റെ അംഗങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഓടിയെത്തുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ഈ 3 സുഹൃത്തുക്കളും കടലിന്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അവർ രക്ഷപ്പെടുത്താനും കുറച്ചു വൈകിയെന്ന് ഈ ദൃക്സാക്ഷിയും ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടികൾ പോണേക്ക് മുമ്പ് ഇത്തിരി റഫ് കൂടുതലായിരുന്നു. അവരെ കൊണ്ടായ രീതി എന്നിട്ടും രക്ഷപ്പെട്ടില്ല. പിന്നെ അവർ വെച്ചത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറമാണ്. ആര് നീന്തേണ്ട മാസ്റ്റർമാരെന്ന് വെച്ചാൽ അപ്പുറമാണ്. പിള്ളേർ കുളിച്ചത് 1/2 കിലോമീറ്റർ ഇപ്പുറമാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല അന്നേരം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ ഒരു കുട്ടി ബഹളം വെച്ച് അങ്ങനെ അറിഞ്ഞു വന്നപ്പോഴേക്കും ഇത്തിരി വഴുകി. ഇത് വഴുകിയാൽ പോയല്ലോ, ബ്രീത്തിങ് പോയല്ലോ. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കണം സംഭവിച്ചത്. അവരെ കൊണ്ടായത് ചെയ്തിട്ടുണ്ട്. ഇനി ഇല്ലാണ്ടിരിക്കാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുക. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് പുതുവൈപ്പിൻ ബീച്ചിൽ നടന്നത്. കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടും യുവാക്കൾ അത് ശ്രദ്ധിക്കാതെ പോയതാണ് ഇത്രയും വലിയ ഒരു അപകടത്തിന് ഇടയാക്കിയത്. നാട്ടുകാരടക്കം പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം ഇവിടെ ശക്തമാക്കണം, കൂടുതൽ കോസ്റ്റ് ഗാർഡുകളെ ഇവിടേക്ക് നിയോഗിക്കണം എന്നുള്ളൊരു കാര്യം, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളും വേണം. ഇതിനു മുൻപ് ഈ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് കടലിൽ ഇറങ്ങുന്നതിനൊക്കെ വലിയ രീതിയിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് യുവാക്കളായിക്കോട്ടെ ബാക്കി ഈ വിനോദസഞ്ചാരികളായിക്കോട്ടെ ഈ കടൽ തീരങ്ങളിൽ എത്തുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പും ഇവർക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശവും കൂടുതൽ നൽകണമെന്ന് നാട്ടുകാരും വ്യക്തമാക്കി. ഇടവേള. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ ഇടതുമുന്നണിയിൽ തർക്കം. ഒഴിവ് വരുന്ന 2 സീറ്റുകളിൽ CPM-ന് പുറമെ CPI-യും കേരള കോൺഗ്രസ് എമ്മും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. പാർട്ടിയുടെ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല. LDF ചർച്ച ആരംഭിക്കുമ്പോൾ CPIയുടെ സീറ്റ് CPIക്ക് കിട്ടും. അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന വാദം ഉണ്ടാക്കാൻ CPI ഇല്ല. ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. LDFന്റെ രാഷ്ട്രീയ അടിത്തറയാണ് പ്രധാനം. ഞങ്ങളൊന്നും ഇതിന്റെ പേരിലൊരു മൽപ്പിടുത്തം ശീലിച്ചവരല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്,
CPIയുടെ സീറ്റ് CPIക്ക് ആയിരിക്കും. ഇതൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ആരും ഒരു കെണിയൊരുക്കി ആ കെണിയിൽ കേരള കോൺഗ്രസ് പെട്ടുപോകുന്ന എനിക്ക് ഭയമുണ്ട്. അവരൊന്നും അത്ര അപക്വമായിട്ട് ചിന്തിക്കുന്നവരല്ല. അവരൊക്കെ ഒരുപാട് രാഷ്ട്രീയ വിവേകമുള്ളവരാണ്. ജോസ് കെ മാണി ആയാലും സ്റ്റീഫൻ ജോർജ് ആയാലും ഒക്കെ വളരെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള പക്വത വന്നവരാണ്. അപ്പൊ മാധ്യമങ്ങളുടെ ഒരു കെണിയിൽ തലവെച്ച് കൊടുത്ത് അവരിങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ ആവശ്യം കാണിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ല. അവർ ചെയ്യുന്നവരെല്ലാം അങ്ങനെയൊന്നും പൊതുവെ. CPIക്ക് സംശയത്തിന്റെ കാര്യം എന്ത്? CPIക്ക് ആണ് ആ സീറ്റ്. അതിന് സംശയത്തിന്റെ കാര്യം എന്തിനാണ്? അതേസമയം തങ്ങൾ ഇടതുമുന്നണിയിലേക്ക് വരുമ്പോഴേ രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ജോസ് കെ മാണിക്ക് തന്നെ സീറ്റ് വേണമെന്നുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം. RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് കേസ്. പുലർച്ചെ ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാരകമായ സ്ഫോടക വസ്തുക്കൾ അല്ല ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. രാത്രി തന്റെ വീട് ആക്രമിച്ചതിന് പിന്നിൽ CPM ആണെന്നാണ് ഹരിഹരന്റെ ആരോപണം. ഹരിഹരന്റെ വീടിന് നേരെ ഉണ്ടായത് കണ്ണൂർ മോഡൽ ഇടപെടലെന്ന് RMP നേതാവ് M വേണു പ്രതികരിച്ചു. നേതൃത്വത്തിന്റെ അറിവോടെയല്ലാതെ ഇത് നടക്കില്ല. എത്ര ഉന്നതനായ നേതാവിന്റെ വായിൽ നിന്ന് വീണാലും അത് തിരുത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മൂല്യം, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തി ഇതിൽ തീരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതല്ലേ ഇവിടെ കണ്ടത്. അപ്പോൾ ഇതിന് ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികളെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ആളെ പേരൊന്നും ഞങ്ങൾ പറയുന്നില്ല. അവർക്കെതിരെ രാഷ്ട്രീയമായി ശബ്ദിക്കുന്ന ആളുകൾ നിശബ്ദരാക്കാൻ കഴിയുന്ന രൂപത്തിൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഇനി എവിടെയൊക്കെ ഇത് പ്രയോഗിക്കും, ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം പോലീസ്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തുടർച്ചയാണ് ഇതൊക്കെ അക്രമണമായ ഒരു സംവിധാനത്തിലേക്ക് CPM പോവുകയാണ്. ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ 1-ാം പ്രതി CPM ജില്ലാ സെക്രട്ടറി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാപ്പ് പറയലിൽ തീരില്ല എന്ന P മോഹനന്റെ പ്രസ്താവന അക്രമത്തിനുള്ള ആഹ്വാനമെന്നും RMPയെ ഇല്ലാതാക്കാനുള്ള ശ്രമം UDF പ്രതിരോധിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കണ്ണൂർ ചക്കരക്കല്ലിൽ ബോംബ് സ്ഫോടനം. 2 ഐസ്ക്രീം ബോളുകളിൽ നിർമ്മിച്ച ബോംബുകളാണ് പൊട്ടിയത്. ബാവോട് റോഡരികിൽ പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു സ്ഫോടനമുണ്ടായത്. CPM BJP സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് ഇത്. ബാവോട് മേഖലയിൽ ക്ഷേത്രോത്സവത്തിന് തോരണം കെട്ടുന്നതിൽ തർക്കമുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പരസ്പരം പോരടിച്ച് കോൺഗ്രസ് നേതാക്കൾ. കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നു. പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുമായി ഉണ്ണിത്താൻ രാത്രി സംഭാഷണം നടത്തിയെന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് ബാലകൃഷ്ണൻ പെരിയ ഉന്നയിച്ചത്. സംഭവം വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ബാലകൃഷ്ണൻ പിൻവലിച്ചു. ആണത്തമുണ്ടെങ്കിൽ FB പോസ്റ്റിൽ ഉറച്ചു നിൽക്കണമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. CBSE 10+2 ഫലം പ്രഖ്യാപിച്ചു. +2വിന് 86.98% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.65% ഇത്തവണ വർദ്ധിച്ചത്. തിരുവനന്തപുരം മേഖലയിൽ 99.99% വിജയം രേഖപ്പെടുത്തി. 91% പെൺകുട്ടികൾ വിജയം കൈവരിച്ചു. ചെന്നൈയിൽ 98.47, ബംഗളൂരുവിൽ 96.95 എന്നിങ്ങനെയാണ് വിജയശതമാനം. അതേസമയം 93.6 10ാം ക്ലാസ് വിജയശതമാനം. CBSE വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. കനത്ത ചൂടിനൊടുവിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ പത്തനംതിട്ടയിലും ബുധനാഴ്ച തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് യെല്ലോ അലർട്ട്. മഴ ശക്തമായതോടെ വൈദ്യുതി മേഖലയ്ക്ക് ആശ്വാസം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. 110 ദശലക്ഷം യൂണിറ്റിന് മുകളിൽ ഉയർന്ന പ്രതിദിന ഉപഭോഗം ഇന്നലെ രേഖപ്പെടുത്തിയത്. 87 ദശലക്ഷം യൂണിറ്റാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ മാർച്ചിൽ 12.79% ഉപഭോഗമുയർന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കെതിരെയുള്ള പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക്. മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്ററിൽ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ. റോഡ് ടെസ്റ്റിനിടെ ഇടിച്ച വാഹനം ടെസ്റ്റിനെത്തിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. MVD അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AS വിനോദിന്റെ മകളാണ് ടെസ്റ്റിനെത്തിയത്. മുൻപ് 2 തവണ ടെസ്റ്റിൽ പരാജയപ്പെട്ടിരുന്നു. പോലീസ് കാവലിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ ടെസ്റ്റ് ഗ്രൗണ്ടിന് മുന്നിൽ സമരക്കാർ കൂക്കി വിളിച്ചു. അപേക്ഷക ടെസ്റ്റിൽ പരാജയപ്പെട്ടു. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് തടഞ്ഞതിനെതിരെ MVI വിനോദ് പോലീസിൽ പരാതി നൽകി.
ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത് മെയ് 2-നാണ്. അന്നു മുതൽ ഇതുവരെയും പൂർണ്ണമായും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് തടസ്സപ്പെടുകയായിരുന്നു. സ്വന്തം വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളിൽ വന്ന് വേണമെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം, അതിനെ തങ്ങൾ എതിർക്കില്ലെന്നായിരുന്നു സമരക്കാർ പറഞ്ഞിരുന്നത്. ഇന്ന് 10:00-ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനിക്കേണ്ടതായിരുന്നു. 25 പേരാണ് ഇന്നത്തെ ലിസ്റ്റിൽ, പട്ടികയിൽ ഉണ്ടായിരുന്നത്. 25 പേരുടെയും പേര് 10 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ വിളിച്ചെങ്കിലും ആരും ഹാജരായതില്ല. എന്നാൽ 10:30 കഴിഞ്ഞിട്ടും വീണ്ടും ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറാതെ വീണ്ടും ടെസ്റ്റിനായി ഇവിടെ ഗ്രൗണ്ടിൽ തുടർന്നു. അതിനുശേഷമാണ് 3 പേർ, 2 പേർ ഇരുചക്ര വാഹനങ്ങളുടെയും ഒരാൾ 4 ചക്ര വാഹനത്തെ കാറിൻ്റെയും ടെസ്റ്റിന് വേണ്ടിയാണ് എത്തിയത്. കാറിൻ്റെ ടെസ്റ്റിന് വേണ്ടി എത്തിയ പെൺകുട്ടി കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗസറ്റ് ഓഫീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AS വിനോദിൻ്റെ മകളാണ്. ഇദ്ദേഹം KB ഗണേഷ് കുമാറുമായി വിവാദബദ്ധരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ടെസ്റ്റിനെത്തിയതോടുകൂടി ഒരു ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ തന്നെയാണ്, കാറിൽ തന്നെയാണ് ടെസ്റ്റിന് എത്തിയത്. അതോടുകൂടിയാണ് ഇവിടെ സമരക്കാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ കുട്ടി റോഡ് ടെസ്റ്റ് നടത്തി, റോഡ് ടെസ്റ്റിൽ പാസ്സാവുകയും ചെയ്തു. ആ റോഡ് ടെസ്റ്റിൽ പാസ്സായത് തന്നെ ക്രമക്കേടെന്ന ആരോപണമാണ് സമരക്കാർ ഉന്നയിച്ചത്. അതിനുശേഷമാണ് 2 പേർ റോഡ് ടെസ്റ്റിന്, അത് ഇരുചക്രവാഹനം റോഡ് ടെസ്റ്റിന് എത്തിയത്. എങ്ങനെയായിരുന്നു ആ ടെസ്റ്റ്? ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് ഓടിച്ചു, ഞാൻ റൂള് തെറ്റിച്ചാണ് ഓടിച്ചത്, അങ്ങനെയാണ് ടെസ്റ്റ് ഫെയിലായത്. ഇവിടെ പ്രതിഷേധക്കാരുടെ വലിയ ഈ സമരക്കാരുടെ പ്രതിഷേധമുണ്ട്, അതെങ്ങനെ ബാധിച്ചു? ടെൻഷനുണ്ട്, കാരണം പുറകിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പം. പക്ഷേ അവരവരുടെ രീതി പറയുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. എനിക്ക് വേണ്ടിയിട്ട് വേറെ ആരും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ടാണ് വന്നത്. ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ തന്നെ വന്നതാണ്. കുഴപ്പമില്ല, ഞാൻ ഇൻഡിക്കേറ്ററിന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചു വന്നതാണോ? ഇരുചക്ര വാഹനത്തിൽ ലൈസൻസ് എടുക്കാൻ 2 പേരാണ് എത്തിയത്. 2 പേരും റോഡ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു. ഇൻഡിക്കേറ്റർ ഇട്ടതിൽ തന്നെ തെറ്റുണ്ടായിരുന്നു. അങ്ങനെ 2 പേരുടെയും, ഒരു സ്ത്രീയും ഒരു യുവാവുമാണ് ടെസ്റ്റ് ചെയ്തത്. 2 പേരും ആ റോഡ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു. അവർക്കെതിരെയും വലിയ പ്രതിഷേധവും കൂക്കിവിളിയും സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും ഇന്ന് മെയ് 2-ന് ശേഷം ടെസ്റ്റ് നടന്നുവെങ്കിലും അതിലും 3 പേരും പരാജയപ്പെടുകയായിരുന്നു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് സമരക്കാരുടെ തീരുമാനം. മന്ത്രിയുടെ വസ്തു ഉപരോധിക്ക് അടക്കമുള്ള സമരങ്ങളിലേക്ക് അവർ കടക്കും. PV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരായ പ്രതിഷേധം ശക്തമാക്കി സംയുക്ത സമരസമിതി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റിലെ അശാസ്ത്രീയതകൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി ഏതാനും ദിവസങ്ങളായി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധം ഫലം കാണാതെ പോകുന്നതിനിടയിലാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. CITU ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ, അതോടൊപ്പം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തുടങ്ങിയവരാണ് ഇന്നത്തെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും ശക്തമായ പ്രതിഷേധം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സമരം ഇവിടെ തുടരുന്നത്. നിങ്ങൾ എവിടെയാണ് വരുന്നത്? ചാലക്കുടി. അവിടെ എന്താണ് സാഹചര്യം? ഇവിടുത്തെ സാഹചര്യം 1500 രൂപ സർക്കാരിലേക്ക് നമ്മൾ ഫീസ് അടച്ചിട്ട് ഗവൺമെന്റ് നമ്മളോട് ടെസ്റ്റ് ഗ്രൗണ്ട് സജ്ജമാക്കാനാണ് പറയുന്നത്. സർക്കാരിലേക്കാണ് 1500 രൂപ ഫീസ് അടയ്ക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 10000 രൂപയ്ക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ മേഖലകളിൽ വരുമ്പോൾ 50000 രൂപ ഉണ്ടായാലും ഒരാൾക്ക് ലൈസൻസ് സമ്പാദിക്കാൻ പറ്റാത്ത. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റുകളുടെ എണ്ണം നിങ്ങൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എത്ര എണ്ണം ആക്കണമെന്നാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്? ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് 60 പേരെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ്. ഞങ്ങളുടെ യൂണിറ്റിൽ 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്. അപ്പോൾ 6 6 12 120 പേരെ കിട്ടും. പ്ലസ് ജോയിന്റ് ആർട്ടി ഉണ്ടെങ്കിൽ പ്ലസ് 60 ചെയ്യാം.
നിലവിലത്തെ സാഹചര്യം പുതിയ പരിഷ്കാരം അനുസരിച്ച് എത്രയെന്നാണ് പറയുന്നത് അവർ? 25 ഒരാൾക്ക് ഓരോ യൂണിറ്റ് ഓഫീസിൽ 25 പേർക്കാണ് ടെസ്റ്റ്. അത് യൂണിറ്റ് ഓഫീസിൽ ആഴ്ചയിൽ 2 ടെസ്റ്റ് നടത്തുള്ളൂ. അത് അങ്ങനെയാണെങ്കിൽ എന്ത് പ്രായോഗിക ബുദ്ധിമുട്ടായിരിക്കും അത് ഉണ്ടാക്കുക? ഞങ്ങളുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റാതെ ഫയലുകൾ കെട്ടിക്കിടക്കും. സർക്കാരിലേക്ക് ഫീസ് അടച്ച കുട്ടികൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. സർക്കാരിലേക്ക് ഫീസ് അടച്ച കുട്ടികൾക്ക് ലക്ഷങ്ങൾ നഷ്ടം വരും. തുടർന്നുള്ള പ്രതിഷേധം അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തില്ല. 4/2024 സർക്കുലർ പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്യുന്നതാണ് ഞങ്ങളുടെ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലാണ് പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഈ സമരത്തിന് പിന്തുണയുമായി, പ്രതിഷേധ സമരത്തിന്, സൂചനാ സമരത്തിന് പിന്തുണയുമായി തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന സൂചനകൾ തന്നെയാണ് തൊഴിലാളി സംഘടനകളും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇങ്ങനെ പ്രതിഷേധം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ CITU പ്രത്യക്ഷ സമരരംഗത്തേക്ക് കടന്നുവരുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഗതാഗത മന്ത്രിക്ക് നേരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ക്യാമറാമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഹർജി തെറ്റിദ്ധരിപ്പിക്കുന്നതും കഴമ്പില്ലാത്തതുമെന്ന് കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണ് വിഷയമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രാജസ്ഥാനിലും മധ്യപ്രദേശിലും നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് ഹർജി നൽകിയത്. ലോക്സഭയിലേക്കുള്ള 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. 11 മണിവരെ 24.87% പോളിംഗ്. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ പോളിംഗ് ബൂത്തിൽ വോട്ടറെ തല്ലുന്ന YSR കോൺഗ്രസ് MLAയുടെ ദൃശ്യങ്ങൾ വൈറലായി. ക്യൂ തെറ്റിച്ച് വോട്ട് ചെയ്യാനെത്തിയ തെന്നാലി MLA A. ശിവകുമാറും അനുയായികളുമാണ് വോട്ടറെ മർദ്ദിച്ചത്. ക്യൂ തെറ്റിച്ചത് വോട്ടർ ചോദ്യം ചെയ്തതാണ് MLAയെ പ്രകോപിപ്പിച്ചത്. വോട്ടറെ ചെകിട്ടത്തടിച്ച MLAയെ വോട്ടർ തിരിച്ചടിച്ചു. ഇതിന് പിന്നാലെയാണ് MLAയുടെ അനുയായികൾ വോട്ടറെ തല്ലിച്ചതച്ചത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6690 രൂപ, പവന് 53,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5590 രൂപ, പവന് 44,720 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോയ്ക്ക് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വർഷം